ഇപ്പൊ നോക്കൂ, എന്താ മുഖ്യമന്ത്രി വന്നിട്ട് പറയുന്ന കാര്യം എന്താ? ശിവൻ പാപിയെ തൊട്ടാൽ ആ ശിവനും പാപിയായി മാറുന്ന അതെ. പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാപിയായി വാസ്തവത്തിൽ മുഖ്യമന്ത്രിയെ തൊട്ട സകല ആളുകളും പാപിയായിട്ട് മാറേണ്ടതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തില് പിണറായി വിജയനുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും നമുക്ക് പാപി എന്ന് വിളിക്കേണ്ടി വരും. എത്ര നിഷ്കളങ്കനായിട്ടുള്ള ആളും മുഖ്യമന്ത്രിയോട് അടുത്ത് നിന്നാൽ പാപിയായി മാറും എന്നുള്ളതിന്റെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ അവരെയൊന്നും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇതാണ് സത്യം എന്ന് പറയുന്നത്. പിന്നെ പിണറായി വിജയൻ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ക്യാരക്ടറുകളുമായി ബന്ധമില്ലാത്തയാളാണോ? പിണറായി വിജയൻ ഇവിടെ ആരൊക്കെയുമായി ഇവിടെ ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാസപ്പടി കേസാണെങ്കിലും സ്പ്രിംഗ്ലർ ആണെങ്കിലും നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. നേരത്തെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആരൊക്കെയുമായിട്ടായിരുന്നു ചങ്ങാത്തം ഉണ്ടായിരുന്നത്? അപ്പോ വലതുകാലിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഇടതുകാൽ കൊണ്ട് ഗോളടിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന കൈതേരി സഹോദരന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ശ്രീ ഹസ്കർ പിന്നെ ഇപ്പോഴും സ്വപ്നം കാണുന്ന അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചടയൻ ഗോവിന്ദൻ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ ഇത് കൈതേരി സഹദേവന്റെ കാലാണ്. വലതുകാലിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇടതുകാലിൽ കൊണ്ട് ഗോളടിക്കാൻ ശ്രമിക്കുന്ന ബൂർഷയെ തോൽപ്പിക്കാൻ വേണ്ടി ബൂർഷയുടെ അതുകൊണ്ട് തന്നെ അത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പൊ രാജ്യത്തുള്ളത്, സംസ്ഥാനത്തുള്ളത്. ആ അതെ. പാർട്ടി അതിന്റെ അവസാനത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ശ്രീ AK ബാലൻ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് തേടുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഈനാമ്പേച്ചിയുടെയും മരപ്പട്ടിയുടെയും ചിഹ്നം കൊണ്ട് നിങ്ങൾ വരുമോ എന്നുള്ള ഭയത്തിലാണ് നാട്ടുകാരുള്ളത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു പോകുമ്പോ അതിന്റെ നമുക്ക് ചില ലക്ഷണങ്ങൾ കാണാലോ. ഒരു രോഗി മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു പാമ്പ് കടിയേറ്റ് സർപ്പദംശനമേറ്റ് ഒരു രോഗി വരികയാണെങ്കിൽ നല്ല വൈദ്യന് അതിന്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്ന പറയുന്നത്. അതുപോലെ ചില ലക്ഷണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ലക്ഷണത്തിൽ ഒന്നാണ് EP ജയരാജനെതിരെ വന്ന വെളിപ്പെടുത്തൽ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് എന്തായാലും CPM-നകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുള്ളത് തർക്കമൊന്നുമില്ല. അസ്കറിന് പോലും സാധാരണ ദിവസങ്ങളിൽ CPM-നെ ശക്തമായി ന്യായീകരിക്കുന്ന അസ്കറിന് പോലും ഒരു 4 സ്റ്റെപ്പ് പുറകിൽ നിന്നുകൊണ്ട് ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന കാഴ്ചയിൽ ഇപ്പൊ കാണുന്നത്. EP ജയരാജനെ ഔട്ട്റൈറ്റ് ആയിട്ട് ന്യായീകരിക്കാൻ ഹസ്കറിന് പോലും കഴിയുന്നില്ല. അപ്പോ ഇവിടെ തെല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ഒരു ഷെയ്ഡി ക്യാരക്ടറുമായി എന്തിനാണ് EP ജയരാജൻ ബന്ധം സൂക്ഷിച്ചത് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ചോദിക്കുന്ന സമയത്ത് ഇതേ EP ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട്, ഇതേ തെല്ലാൽ നന്ദകുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പല കാര്യങ്ങൾ ചെയ്ത മാന്യനാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യവും മറക്കരുത്. ശ്രീ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ വലിയ തോതിൽ വിഭാഗീയത നിലനിന്നിരുന്ന കാലത്ത് അത്തരത്തിലുള്ള പല ആരോപണങ്ങളും പുറത്തു വന്നിട്ടുള്ളതാണ്. പിണറായി വിജയന് വേണ്ടി പല കേസുകളിലും നന്ദകുമാർ ഇടപെട്ട കഥകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. അവസാനം നിയമസഭയ്ക്കകത്ത് എന്താ പിണറായി വിജയൻ പറഞ്ഞത്? അയാൾ വന്നിരുന്നു, ഞാൻ അയാളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വന്നില്ലേ?